ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് ഞാനിതാ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു വാൾപേപ്പറാണ് കേട്ടോ അത്. ഇത് കവറാണ് ഈ പുറത്ത് കാണുന്നത്, പക്ഷെ നല്ല സേഫ്റ്റിയിലൊക്കെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്രയും ഹൈറ്റ് ഇല്ല. ഞാൻ ഹൈറ്റ് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷേ ഓപ്പൺ ചെയ്തപ്പോൾ അത്ര ഹൈറ്റ് ഇല്ല, ഒരു പൊടിക്ക് കുറവേ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലൊരു കവർ ഉണ്ടായിരുന്നു, അത് മാറ്റിയപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അടുക്കള ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വാൾപേപ്പർ വാങ്ങിയത്. അപ്പം അടുക്കള ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം വീതിയും പിന്നെ നീളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിൽ നമ്മൾ സ്റ്റൗ വയ്ക്കുന്നതിന് ചുറ്റും ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഇത് ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പം കുഴപ്പമില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്തത്. ഞാനത് വാങ്ങുന്ന സമയത്ത് എനിക്കൊരു 140ക്കാണ് കേട്ടോ അത് കിട്ടിയത്. ഇപ്പോൾ ഇതാണ് കേട്ടോ, ഞാനിതൊന്ന് നിവർത്തി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതെൻ്റെ അടുക്കള എന്ന് പറയുന്നത് ചുമരൊക്കെ ഇതുപോലെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചാന്ത് എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ആ ചുമരിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഇത് എന്താ പറയുക, എണ്ണയും ഇതൊക്കെ തെറിക്കുമ്പോൾ അത് തുടയ്ക്കുമ്പോൾ പോവാണ്ടായി. അപ്പോൾ അത് ക്ലീൻ ആവണില്ല, എത്ര നമ്മൾ ട്രൈ ചെയ്തിട്ടും ക്ലീൻ ആവണില്ല. ഇപ്പോൾ താഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ ചുമരിൻ്റെ മുകളിലത്തെ ഈ ഒരു സംഭവം കാരണം അടുക്കള കാണുമ്പോൾ നമുക്കൊരു ക്ലീൻ അല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വാൾപേപ്പർ എന്ന് പറഞ്ഞത് വാങ്ങിയത്. ഇനി നമുക്ക് വാൾപേപ്പർ ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം നമ്മുടെ അടുക്കള എങ്ങനെ ഉണ്ടാവും കാണാൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ചാന്തിട്ട ആ ഒരു പൊക്കത്തിനെ ഒട്ടിക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഹൈറ്റിൽ ഒട്ടിക്കാം, കാരണം നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചത്. ഇത്തിരി ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ഒട്ടിച്ചത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത്ര തന്നെയാണ് കേട്ടോ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോർഷൻ ഒട്ടിക്കാനുള്ള പേപ്പറേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ അത് 140 ഉണ്ടായിരുന്നുള്ളൂ. 140ക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ലാഭമാണ് എന്നുള്ളത്. പിന്നെ എണ്ണയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.